24 വർഷങ്ങൾക്ക് ശേഷം സിനിമ വീണ്ടും റീ റിലീസിന് ഒരുങ്ങുമ്പോൾ അതിന്റെ റൈറ്റർ രഘുനാഥ് സാറാണ് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം സാർ. നമസ്കാരം. അത് 24 വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 18 വർഷങ്ങൾക്ക് മുൻപ് സിബി മലയിൽ എന്ന് പറയുന്ന സംവിധായകനുണ്ട്. തിരക്കഥ വായിക്കുന്നതിനേക്കാൾ നല്ലത് എനിക്ക് ആ സിനിമ കണ്ടാൽ പോരെ. അതാണ് അടുത്ത ചോദ്യം. പോലെ ഒരാളുടെ വായത്തത് കേൾക്കാൻ സാധിച്ചില്ല. താങ്ക് യു. എനിക്ക് നിന്നെ പോലെയുള്ള ഒരാളോട് പറയാൻ സാധിച്ചതിന് 2 താങ്ക് യു. അപ്പോൾ എൻ്റെ കൺസെപ്റ്റിൽ എന്നേക്കാൾ മുകളിൽ നിൽക്കുന്നത് എൻ്റെ സിനിമ ആസ്വദിക്കുന്ന ആളാണ്, എൻ്റെ കഥ ആസ്വദിക്കുന്ന ആളാണ്. അതൊരു കോൺട്രാക്ടർ ബിൽഡിംഗ് കിട്ടുന്ന പോലെയല്ല. ഞാൻ അവസാനമായിട്ടൊരു എന്ത് ചിരി അവളുടെ അല്ലേ. യക്ഷിപ്പല്ലുള്ളതുകൊണ്ട് അത് സാരല്ല, എല്ലാ യക്ഷികൾക്കും പല്ലിട്ടാവും. എനിക്കുണ്ട് പല്ല്, നീ ബേജാറാവും. ഇതാക്കിയതാണോ? ഈശ്വരൻ നിറച്ചു വെച്ച മഹാസാഗരം പോലെ എനിക്ക് ചുറ്റും പ്രണയമിത ശാന്തമായി ഒഴുകും. അതിൽ ദിക്കറിയാതെ എന്റെ ഹൃദയ മഹേശ്വര ഗായകൻ എവിടേക്കോ ഒഴുകുകയാണ്. ഈ ഡയലോഗ് ദേവദൂതൻ എന്ന സിനിമയുടേതാണ് എന്ന് നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. 24 വർഷങ്ങൾക്ക് ശേഷം സിനിമ വീണ്ടും റീ റിലീസിന് ഒരുങ്ങുമ്പോൾ അതിന്റെ റൈറ്റർ രഘുനാഥ് സാറാണ് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം സാർ. നമസ്കാരം. അങ്ങനെ 24 വർഷങ്ങൾക്ക് ശേഷം സിനിമ റീ റിലീസിന് ഒരുങ്ങുകയാണ്. ഈ ഒരു തീരുമാനത്തിന് പ്രേരിപ്പിച്ചത് എന്തായിരുന്നു സാർ? ഈ ഒരു പുതിയ അവസരത്തോട് സാറിന് എന്താണ് തോന്നുന്നത്? എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. ഇത് പ്രേരിപ്പിച്ചതൊന്നും ഞാനല്ല. ഇത് പ്രേരിപ്പിച്ചത്, ഇത് ചെയ്യണം തോന്നുന്നത് എൻ്റെ നിർമ്മാതാവ് സിയാദ് പോക്കറിനാണ്. അദ്ദേഹത്തിന് അതിന് അവസരം ഒരുക്കി കൊടുത്തു, അല്ലെങ്കിൽ തോന്നിച്ചതും ഈ സിനിമയെക്കുറിച്ച് പിന്നീട് കുറേ കാലത്തിന് ശേഷം പുതിയ ജനറേഷൻ, പുതിയ ആൾക്കാർ ഇതിൻ്റെ നല്ല വശങ്ങളെക്കുറിച്ചും ഇതിനുള്ള അവരുടെ ഇഷ്ടമൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരുപാട് സന്ദേശങ്ങളും ഒരുപാട് ചോദ്യങ്ങളൊക്കെ വന്നപ്പോഴാണ് അദ്ദേഹത്തിനുള്ള ഉള്ളിലുണ്ടാവുമല്ലോ ഈ സിനിമയുള്ളൊരു വല്ലാത്തൊരു വൈകാരിക അടുപ്പമുണ്ട്. അപ്പം അവരാണ് ശരിക്കും ഇതിൻ്റെ കാരണക്കാർ. പുതിയ ജനറേഷൻ, 2000-ന് ശേഷം ജനിച്ച ആൾക്കാരും ഈ മുൻപ് ഈ സിനിമ കാണാതിരുന്ന യങ്സ്റ്റേഴ്സും. അപ്പൊ എല്ലാം കൂടെ ഒരു 18-നും 40-നും ഇടയിലുള്ള കുറെ ആൾക്കാരായിരിക്കും. ഇത് അന്ന് സിനിമ കാണാതിരുന്ന ആൾക്കാരായിരിക്കും, യങ്സ്റ്റേഴ്സ് ആയിരിക്കും. അവർക്ക് ഇതിൻ്റെ അകത്തുള്ള എന്തൊക്കെയോ പോയട്രി മനസ്സിലായി കാണും. അവരുടെ ചോദ്യങ്ങളും അവരുടെ സന്ദേശങ്ങളും അദ്ദേഹത്തിന് ഇത് വീണ്ടും ഒന്നും കൂടെ ജനങ്ങളെ കാണിക്കാനുള്ള ഒരു ആഗ്രഹം സംജാതമായി അദ്ദേഹം ഇതിന് മുൻകൈയെടുത്തു. അത് എന്നെ വളരെ വളരെ സന്തോഷിപ്പിക്കുന്നുണ്ട്. ഞാൻ ഏതൊരു ബൈറ്റിൽ കേട്ടിട്ടുണ്ടായിരുന്നു സാറിന് കത്തുകൾ വന്നിട്ടുണ്ടായിരുന്നു, ഇത് നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഫീഡ്ബാക്കും കാര്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട്. ഞാൻ പഴയ കാലത്തേക്ക് സാറിനൊന്ന് കൊണ്ടുപോവുകയാണ്. ഇത് എഴുതിയ ആ ഒരു സാഹചര്യത്തിൽ ആദ്യമേ ഉണ്ടായിരുന്ന ആശയം തന്നെയായിരുന്നു ഈ ഒരു ദേവദൂതനിലേക്ക് വന്നത്, അല്ലെങ്കിൽ ഈ ഒരു സൃഷ്ടിക്കുള്ള ഒരു ഉത്ഭവം എങ്ങനെയായിരുന്നു? അത് 24 വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 18 വർഷങ്ങൾക്ക് മുൻപ് സിബി മലയിൽ എന്ന് പറയുന്ന സംവിധായകനുണ്ട്. അദ്ദേഹമാണ് ഇതിന്റെ സംവിധായകൻ. അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു തിരക്കഥ എഴുതാൻ വേണ്ടിയിട്ട് ഒരിടത്ത് ചെല്ലുന്നത്. ആ ഒരു കമ്പനിയാണ്. ആ കമ്പനി സിബിയെ വെച്ചുകൊണ്ട് അവരൊരു സിനിമ പ്ലാൻ ചെയ്തു. അത് സിബിയുടെ ആദ്യ സിനിമയായിരുന്നു. അതിൻ്റെ തിരക്കഥ എഴുതാൻ വേണ്ടി ഞാൻ പോയ സമയത്താണ് ഈ കഥാ അംശം എനിക്ക് കിട്ടുന്നത്. അത് ഞങ്ങൾ വർക്ക് ചെയ്തു കുറേ കാലം, കുറേ മാസങ്ങളോളം വർക്ക് ചെയ്തു. പക്ഷെ എന്തുകൊണ്ടോ അത് കംപ്ലീറ്റ് ആയിട്ടും അവർ ആ പടം ചെയ്തില്ല. അവർ വേറൊരു പ്രോജക്റ്റിലേക്ക് പോയി. അപ്പം അതിൻ്റെ കാരണങ്ങളും കാര്യങ്ങളൊന്നും അന്വേഷിക്കാനൊന്നും ഞാൻ നിന്നിട്ടില്ല. സിബിയും ഈ സിനിമയൊക്കെ മാറ്റി വെച്ചിട്ട് സിബിയും വേറെ ജോലികളിലേക്ക് പോയി. കുറച്ച് കാലത്തിന് ശേഷം സിബി വീണ്ടും സിനിമയിലേക്ക് കടന്നു വന്നു. സിബി കുറേ പടങ്ങളൊക്കെ ചെയ്തു. 18 വർഷം കഴിഞ്ഞപ്പോൾ സിയാദ്, അപ്പോൾ അതിനൊക്കെ സിയാദിനും സിബി കുറേ പടങ്ങൾ ചെയ്തു. സിയാദ് ഒരു സബ്ജക്റ്റ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് സിബിയോട് ചോദിച്ചു. അപ്പോൾ സിബി ഈ സബ്ജക്റ്റ് അദ്ദേഹത്തോട് പറഞ്ഞു. ആ സബ്ജക്റ്റ് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായി. അപ്പോൾ അത് പ്രത്യേക നടനെ വെച്ചിട്ടോ അല്ലെങ്കിൽ നടിയെ വെച്ചിട്ടോ ഒന്നുമല്ല, അദ്ദേഹത്തിന് ഒരു സബ്ജക്റ്റ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് വേണം. അപ്പോൾ സിബിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയിൽ കണ്ട ഈ കഥയോട് സിബിക്ക് ഒരു വൈകാരികമായ ബന്ധമുണ്ട്, അടുപ്പമുണ്ട്.
അപ്പോൾ സിബി എൻ്റെ അടുത്ത് വന്നു, വീണ്ടും ഞങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്ന് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഈ കഥയിൽ മോഹൻലാൽ താല്പര്യം. അപ്പോൾ അദ്ദേഹത്തിന് അത് അക്സെപ്റ്റബിൾ ആയി. വീണ്ടും ഞങ്ങൾ വർക്ക് ചെയ്ത് അവസരം ദേവദൂതനായി. അങ്ങനെയാണ് ഇതിൻ്റെ ഉത്ഭവം ഉണ്ടായത്. ഇതിന്റെ സിനിമയെ കുറിച്ച് പറഞ്ഞു. ഇതിലെ പാട്ടുകൾ അത് ഈ ഒരു സിനിമയുടെ പ്രാണൻ തന്നെയാണ്. അതില് ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ സാറ് കൈതപ്രം സാറിന് ഈ ഒരു സീൻ കംപ്ലീറ്റ്ലി പറഞ്ഞു കൊടുത്ത്, ഈ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ്ലി പറഞ്ഞു കൊടുത്തതിന് ശേഷമാണോ അദ്ദേഹം ഈ വരികളിലേക്ക് വന്നത്, അല്ലെങ്കിൽ ഈ ഒരു സീനിലേക്ക് ഇങ്ങനത്തെ ഒരു പാട്ട് വേണം എന്നായിരുന്നു സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കൈതപ്രം ഏത് പാട്ട് എഴുതാൻ വരുന്ന ആരോടും നമ്മുടെ ആ കഥയുടെ ഒരു ഏതാണ്ട് ആ കഥ മുഴുവനായിട്ട് തന്നെ പറയും. തിരക്കഥ വായിക്കണമെന്നൊന്നുമില്ല, കഥ പറഞ്ഞാൽ മതി മുഴുവനായിട്ട് നിന്നും മൂടും. അപ്പോഴേക്കും ഒരു സർഗചിത്തനായ ഒരു എഴുത്തുകാരന് അത് മനസ്സിലാവും. പ്രത്യേകിച്ചും കവിത എഴുതുന്ന ഒരാൾക്ക് വേഗം മനസ്സിലാവും. അപ്പം ഇതിന്റെ ഓരോ എവിടെയൊക്കെയാണോ ഞാനിതിലൊരു ഗാനങ്ങൾ കാണുന്നത്, ആ ഭാഗങ്ങളൊക്കെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കൊടുക്കും. തിരക്കഥ വായിക്കണമെന്നില്ല, ആ സീനും വായിക്കണമെന്നില്ല, പക്ഷെ അതിന് മുമ്പും പിൻപുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു. അത് മതി, ധാരാളമാണ്. സർഗമായ ഒരു മനുഷ്യന് അത് കിട്ടും. കൈതപ്പുറമൊക്കെ വളരെ നല്ലൊരു പോയറ്റാണ്. അദ്ദേഹം വളരെ ഈസി ആയിട്ട് അതൊക്കെ എഴുതും. പിന്നെ ഇതിൻ്റെ കൂടെ ആദ്യം തന്നെ ഞങ്ങളുടെ ഫൈനലായി ഈ കഥ ഫൈനലൈസ് സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ വിദ്യാസാഗർ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഭാഗത്ത് കമ്പോസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അദ്ദേഹത്തിന് ഇതിൻ്റെ മ്യൂസിക് എലമെന്റിനെ പറ്റി നല്ല ബോധം. കഴിയുന്നത്ര ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, സിബിയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അദ്ദേഹത്തോട്. പിന്നെ ഞങ്ങള് കൂടുതലും ഒരു സിനിമയുടെ ഒരു വർക്കില് ഒരു തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ സംവിധായകനുണ്ടെങ്കിൽ മിക്കവാറും ഞങ്ങളുടെ സംഭാഷണങ്ങൾ മുഴുവൻ അതിനെക്കുറിച്ച് മാത്രമായിരിക്കും. അപൂർവമായിട്ട് മാത്രമേ ഞങ്ങൾ വേറെ എന്തെങ്കിലും സംസാരിക്കാം. അപ്പം എനിക്ക് തോന്നുന്നു എത്രയോ വർഷങ്ങളോളം, 18 വർഷം ഇത് സിബി ആദ്യം ഈ കഥ ഞങ്ങൾ വർക്ക് ചെയ്ത സമയത്ത് 18 വർഷവും സിബി ഇത് ഈ പടത്തിൻ്റെ വിഷ്വൽസും കാര്യങ്ങളും ആലോചിച്ച് നടന്നിട്ടുണ്ടാവും. ഞാനത് നടക്കുന്നില്ല അല്ലെങ്കിൽ മാറ്റി വെച്ച് നടക്കുമ്പോൾ പിന്നെ ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് എൻ്റെ എഴുത്തിലേക്കല്ല പോകുന്നത്. പിന്നെ ഞാൻ പിന്നീട് കാണുന്നത് അത് രണ്ടാമതും ചെയ്യാൻ വേണ്ടിയുള്ള സമയത്താണ് ഞാൻ അതിലേക്ക് കടക്കുന്നത്. പാട്ടിൻ്റെ കാര്യം തന്നെയാണ്. ആദ്യം മുതലേ ഇതിൽ സംഗീതമുണ്ട്. സംഗീതത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു കഥയായിരുന്നു ഇത്. ആ കഥ അതിന് വിദ്യാസാഗറിനെ പോലത്തെ ഒരു സംഗീതജ്ഞൻ കൂടെ വന്നതോടുകൂടി അതൊന്നും കൂടെ എൻഹാൻസ്ഡായി, ബൂസ്റ്റപ്പായി. എൻഹാൻസ് എന്ന് പറയാം. അത്രയും നല്ല അതാണ് നല്ല വാക്ക് കിട്ടും. അതിനൊന്നും ഒരു ദിവ്യത്വം കിട്ടും. അതൊക്കെ കൊണ്ടായിരിക്കും ഇന്നും ആളുകള് അതിലെ പാട്ടുകൾ ആസ്വദിക്കുന്നത്. നല്ല പാട്ടുകളാണ്, സാധ്യ പാട്ടുകളാണ്. തീർച്ചയായും അതിനോട് നിൽക്കുന്ന വേറെ പാട്ടുകൾ അപൂർവമായിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും സാറ് മ്യൂസിക്കിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ ഒരു സിനിമയുടെ മറ്റൊരു എന്താ പറയാ മെയിൻ ഘടകമാണ് 7 ബെൽസ്. സിബി മലയിൽ സാറായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുകയുണ്ടായി, ഈ 7 ബെൽസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് രഘുനാഥ് സാർ ആയിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു കോൺസെപ്റ്റിലേക്ക് വന്നത്? അത് വളരെ നിസ്സാരമായ കോൺസെപ്റ്റ് അല്ല, അത് നിസ്സാരമായി സംഭവിച്ച. ഇതിലെ മെയിൻ കഥാപാത്രം സംഗീതജ്ഞനാണ്, നിഖിൽ മഹേശ്വർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് അത് ഒരു പ്രത്യേകതരം സംഗീത ഉപകരണം വായിക്കാനാണ് അദ്ദേഹം അവിടേക്ക് വരുന്നത്, ഈ സ്ഥലത്തേക്ക് വരുന്നത്. അപ്പോൾ പ്രത്യേകമായ സംഗീത ഉപകരണം എന്ന് പറയുമ്പോൾ അതിനൊരു ദിവ്യത്വമുണ്ട്, ഒരു പ്രത്യേകതയുണ്ട്. അതൊരു ഗിറ്റാറോ അല്ലെങ്കിൽ പിയാനോ ഒന്നുമല്ല. അങ്ങനെയാണ് ഈ 7 ബെൽസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് എന്നിലേക്ക് വന്നത്. അതിൻ്റെ എന്തോ ഒരു ഉൾക്കാമ്പ് എൻ്റെ മനസ്സിലുണ്ട്, അല്ലെങ്കിൽ അത് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്. സ്ക്രിപ്റ്റ് എഴുതി വരുന്തോറും അതിനെ വലുതായി വന്ന് അവസാനം ഞങ്ങളതിൻ്റെ ഒരു ഷൂട്ടിങ്ങിലേക്ക് എത്തുമ്പോഴാണ് അതിൻ്റെ മൂർത്തി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു പ്രകാശ് മൂർത്തി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കും. അദ്ദേഹമാണ് ഇതിൻ്റെ ഡിസൈൻ മനസ്സിൽ കേട്ടിട്ട് വരച്ചിട്ടാണ് അദ്ദേഹത്തെ ചിത്രം വരച്ച ചിത്രം ഞങ്ങളിതിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഈ പടത്തിൽ. ആ ഡയറക്ടറാണ് ഇത് ഡിസൈൻ ചെയ്യുന്നത്, അതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കുന്നത്. അതിലെല്ലാ ഇൻസ്ട്രുമെന്റ്സിൻ്റെയും ചെറിയൊരു അംശമൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത് അതിനകത്ത് 2 ബെല്ലോസ് ഉണ്ട്, ഹാർമോണിയം. അതിൽ എയർ വരുന്നൊരു സംഗതി,
ആ ശബ്ദം ഉണ്ടാക്കുന്നത് അതിലേക്ക് ആ കാറ്റ് വരുമ്പോൾ. പക്ഷെ മ്യൂസിക് ഡയറക്ടറുടെ ഒരു എൻഹാൻസ്മെന്റ് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അതിനൊരു ശ്വാസ ശബ്ദമായിട്ട് എടുത്തു. ആ ശ്വാസ ശബ്ദമായിട്ട് എടുത്തപ്പോൾ ആ മ്യൂസിക്കിന് ജീവൻ കിട്ടി. ശ്വസിക്കുന്നതല്ലേ, ജീവനുള്ളതല്ലേ ശ്വസിക്കുക. അപ്പോൾ ആ ശ്വാസം ഇതിലേക്ക് വന്നതോടുകൂടി ഞാൻ കണ്ടതിനും മുകളിലേക്ക്, അല്ലെങ്കിൽ കണ്ടതിൻ്റെ ഒരു വേറെ അവസ്ഥയിലേക്ക് അത് കടന്നു. അപ്പം അവിടെയാണത് പൂർണ്ണമാകുന്നത്. ഞാനിത് എന്തുകൊണ്ടാണ് ഞാൻ കണ്ടതിനും അപ്പുറം എന്ന് പറയുന്നത്, എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനം കൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സംഗതി അതിൻ്റെ ആഗ്രഹിക്കുന്നതിനേക്കാൾ നമ്മുടെ സ്നേഹത്തോടെ നമുക്ക് തരുമ്പോൾ, നമ്മൾ അതിനെ സ്വീകരിക്കുമ്പോൾ അയാളുടെ ബഹുമാനം തോന്നും. ആ ശ്വാസശബ്ദം എന്നെ വളരെയേറെ ആകർഷിച്ചിട്ടുണ്ട് അതിനകത്ത്. അത് ഈ സിനിമ കാണുമ്പോൾ അതിലെ ഈ സെവൻ ബെൽസിനടുത്തേക്ക് ഇദ്ദേഹം പോകുമ്പോഴുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ മോള് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൽ ആ ശ്വാസശബ്ദം കിട്ടും, കേൾക്കും. സംഗീതം ഇഷ്ടമാണെങ്കിൽ വളരെ രസമാണ്. ആ BGM-ലൊക്കെ ഇതുണ്ട്. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തന്നപ്പോഴുള്ള എൻ്റെ സന്തോഷം കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് ഇത് പറയുന്നത്. അദ്ദേഹം അത് എൻഹാൻസ്ഡ് ആക്കി. പിന്നെ അതിൽ മ്യൂസിക്കിന് നല്ല പ്രാധാന്യം, മ്യൂസിക് വളരെ മനോഹരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതൊരു ജീനിയസിനെ സാധിക്കും. പിന്നെ ഒരു മ്യൂസിക് ഡയറക്ടറോട് ഇതിലെ കഥാപാത്രം പറയുന്നുണ്ട് അയാൾ സംഗീതത്തിന്റെ രാജാവാണ് എന്ന് പറയുന്നത് തുടക്കത്തിലെ തന്നെ. അതെ, അത് വിശാൽ കൃഷ്ണമൂർത്തി പറയുന്ന സംഭാഷണമാണ്. വിശാൽ കൃഷ്ണമൂർത്തിനെ സ്വാധീനിച്ച ഒരു ഗുരുവിന്റെ സ്ഥാനം നൽകുന്ന അറിയാത്ത ഒരാളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടറോട് പറയാണ് അദ്ദേഹം സംഗീതത്തിന്റെ രാജാവാണെന്ന് പറയുന്ന ആ രാജാവ് ഉണ്ടാക്കിയൊരു കോമ്പോസിഷനാണ് ഇതിൻ്റെ മെയിൻ സ്റ്റോറി ആയിട്ട് ഞങ്ങൾക്ക് എലമെൻ്റായിട്ട് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയുമ്പോൾ അതിനേക്കാൾ മനോഹരമായിട്ട് എന്തിനാണ് വേറെ ആവശ്യമില്ലല്ലോ. അപ്പോൾ സംഗീതത്തിന് രാജാവായ ഒരാൾ ഉണ്ടാക്കിയ കോമ്പോസിഷൻ തന്നെ വിദ്യാസാഗർ തന്നു. അതാണ് എന്തൊരു മഹാൻ ഭാവി. വിദ്യാസാഗറിന്റെ സംഗീതത്തിന്റെ രാജാവ് എന്നുള്ളത് അത് ജനങ്ങൾ കൊടുക്കുന്നു, അതെ അതെ, പ്രേക്ഷകർ കൊടുക്കുന്ന ഇതാണ്. അതെന്തുകൊണ്ടാണ് ആ സംഭാഷണം പ്രേക്ഷകനും ഇഷ്ടപ്പെട്ടു. പ്രേക്ഷകൻ അത് വിദ്യാസാഗറിന് കൊടുത്തു. ഞാൻ കൊടുത്തത് വിദ്യാസാഗറിന് അവരെടുത്തിട്ട് അതൊക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യമല്ല. നമ്മള് ഒരു തിരക്കഥയിൽ ഒരു വരി എഴുതി കഴിഞ്ഞാൽ അത് സിനിമയാവുന്നതോടുകൂടി നമ്മൾ വെള്ളത്തിന് പഞ്ചസാര കലക്കുന്ന അത് അലിഞ്ഞു. എന്റെ തിരക്കഥ അതിൽ അലിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് നമ്മൾ മൊത്തമല്ലേ കിട്ടുന്നത്. തിരക്കഥ വായിക്കുന്നതിനേക്കാൾ നല്ലത് എനിക്ക് ആ സിനിമ കണ്ടാ പോരെ. അതാണ് അടുത്ത ചോദ്യം. പറ്റേ സിനിമയില് പാട്ടിലുണ്ടല്ലോ, ചിറകുണര വെൺപിറാവായി ഞാനിവിടെ കാത്തിരിക്കാം, അതുപോലെ തന്നെ മിഴികൾ എന്തിനു വേറെ, മൃദുലും ഈ കരങ്ങളില്ലേ, ഈ വരികള് കൈതപ്രം സാറിന്റെ ഈ ഒരു വരികൾ എന്ന് പറയുമ്പോൾ ഈ ഒരു സിനിമയുടെ ഹോൾ കോൺസെപ്റ്റ് ആണ് ഇതിലുള്ളത്. ആസ് എ റൈറ്റർ എന്നുള്ള രീതിയിൽ സാർ എങ്ങനെയാണ് ഇതിനെ നോക്കി കണ്ടത്? കൈതപ്രം നല്ലൊരു പോയറ്റാണ്. അദ്ദേഹം അതിനും വലുതൊക്കെ എഴുതും. അതൊരു ഭാഗ്യമാണ് നമ്മൾക്ക് അങ്ങനത്തെ ലിറിക്കൊക്കെ കിട്ടുന്നതെന്ന് പറയുന്നത് ഭാഗ്യം. ഞാൻ അങ്ങനെ കാണുന്നുണ്ടോ. എൻ്റെ ആ സിറ്റുവേഷന് ഇപ്പം ആ തിരക്കഥയിൽ വന്ന സിറ്റുവേഷന് ഏറ്റവും മുകളിലേക്ക് ഉയർത്തുന്നത് ആ സംഗീതമല്ലേ, ആ പാട്ടല്ലേ. അദ്ദേഹം ട്യൂൺ ചെയ്യുകയും അതിന് പറ്റുന്ന പോലെ അതിന്റെ ട്യൂണിന് സമാനമായിട്ട് അദ്ദേഹം വരുന്നതും അത് മാക്സിമം പോയറ്റിക് ആവണ്ടേ. പോയറ്റിക്കൽ അദ്ദേഹം എഴുതി, അദ്ദേഹത്തിന്റെ കഴിവാണ്. ഈസ് എ ജീനിയസ്, നല്ലൊരു പോയറ്റാണ്. സാർ എടുത്ത് വെച്ച ഈ ഒരു സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനു മുന്നേ ഉണ്ടായിരുന്ന സിനിമ ദേവദൂതന് മുന്നേ സാർ ചെയ്തു വെച്ച സിനിമകള് നാട്ടും പ്രദേശത്തിന്റെ ആ ഒരു തനിമകളെ വിളിച്ചൂതുന്ന കുറച്ച് സിനിമകളായിരുന്നു. അതിനുശേഷം ദേവദൂതനിലേക്ക് വന്നപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ കണ്ടെത്താനും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് അത് സിനിമയാക്കാനും ഉള്ള ആ ഒരു ചലഞ്ചസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അതൊക്കെ സിബിയും സിയാദും കൂടെ ചെയ്തതാണ്. ഞാൻ ആ തിരക്കഥയുടെ പശ്ചാത്തലം എന്താണെന്ന് സംവിധായകൻ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു പണിയും വേണ്ട, ഞാൻ കൂടെ നടന്നാൽ മതി. ഞാൻ ഇവിടെ എടുക്കുമെന്ന് ആവശ്യമില്ല. അത് അദ്ദേഹത്തിന്റെ ജോലിയാണ്. അദ്ദേഹം അത് കണ്ടുപിടിച്ചോളും. തിരക്കഥയ്ക്ക് അനുയോജ്യമായ, തിരക്കഥയെ എൻഹാൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ചേർത്ത് പിടിക്കാവുന്ന ഒരു ലൊക്കേഷൻ ആ സംവിധായകൻ കണ്ടെത്തും.
അതാണ് സംവിധായകൻ എന്ന് പറയുന്നത്. അതെ. അതിന് ഒരു തിരക്കഥാകൃത്തിനോട് സഹായം ആവശ്യമില്ല. തിരക്കഥാകൃത്ത് സഹായിക്കുന്നതാണല്ലോ തിരക്കഥ. കൂടെ നടക്കുന്ന പിന്നെ നമ്മൾ ഇത് വേണോ അത് വേണോ എന്ന് ചോദിക്കുന്നത് അർത്ഥമില്ല. അതേ കിട്ടും. അതാണ് സംവിധായകൻ. കിട്ടും മനോഹരമായിട്ടുള്ള. മനോഹരമായിട്ടുണ്ടായിരുന്നു. സാറ് ലൊക്കേഷനിൽ ഉടനീളം ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു? സന്തോഷല്ലേ, കാണാൻ സന്തോഷമാണ്. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ സംസാരിച്ചൂടെ, എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ അദ്ദേഹത്തിന് കൂടെ നിന്നൂടെ, ആസ്വദിക്കല്ലേ. ആ ഒരു സമയത്ത് ഞാൻ ഒക്കെ ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് കണ്ട് പേടിച്ചിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ലാസ്റ്റ് ആവുമ്പോഴേത്തിനും ആൽബർട്ടും ഇങ്ങനെ മുങ്ങി പോകുന്ന ആ ഒരു ചെളിയിലേക്ക് പൂണ്ടു പോകുന്നതും നിഖിൽ മഹേശ്വറിന്റെ കൈ വെട്ടുന്നതും അദ്ദേഹത്തിന്റെ ആ ഒരു പട്ടിയൊക്കെ വന്നിട്ട് കടിക്കാൻ പോകുന്ന ആ ഒരു സീനൊക്കെ, ഇതൊക്കെ ഞാനൊക്കെ കണ്ടത് വളരെ പേടിയോടെയായിരുന്നു. ഇതൊക്കെ ചിത്രീകരണ സമയത്ത് അതെങ്ങനെയായിരുന്നു ഇത് ചിത്രീകരണം കാര്യം? അല്ല, ഞാൻ ജനിച്ചത് 2001-ലാണ്. ടിവിയിലെ കാണുമ്പോഴാണ് നിന്നെ വേദനിപ്പിച്ചാലും നിന്നെ പേടിപ്പിച്ചാലും ആദ്യം ഞാൻ ക്ഷമ ചോദിക്കും. കാരണം ഞാൻ ആ തിരക്കഥ എഴുതിയുണ്ടല്ലോ നീ പേടിച്ചത് അല്ലേ, ആദ്യം ഞാൻ ക്ഷമ ചോദിക്കും. രണ്ടാമത്തത് എനിക്ക് പേടിയൊന്നും ഉണ്ടായിട്ടില്ല അന്ന്. കാരണം ഞാൻ തന്നെ എനിക്കറിയാലോ അത് പട്ടി കടിക്കുന്നില്ല അല്ലെങ്കിൽ ഇതാവുന്നില്ല. പട്ടി കടിക്കുന്നില്ല, ഞാൻ റിയൽ ലൈഫിൽ പട്ടി കടിക്കുന്നില്ലല്ലോ, ഷൂട്ടിംഗ് അല്ലേ, അതെനിക്കറിയാലോ. അപ്പൊ പേടിയും കാര്യങ്ങളും. പക്ഷെ നീ പേടിച്ച സങ്കടമുണ്ട്, ഞാൻ ക്ഷമ ചോദിച്ചു. പക്ഷെ അത് ചെയ്യുന്ന സമയത്ത് അത് മാക്സിമം പെർഫെക്റ്റ് ആയിട്ടും ഇതായിട്ട് വരണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടല്ലോ. അതും ഭംഗിയായിട്ട് സിബി ചെയ്തിട്ടുണ്ട്. പിന്നെ പേടി എന്ന് പറയുന്നത് ഇതിനകത്ത് പേടിക്കും ആൾക്കാർ. ചില സമയങ്ങളിൽ പേടി ഉണ്ടാവും. ഇപ്പൊ എൻ്റെ പ്രായത്തിലാക്കുന്നൊന്ന് പേടിച്ചിട്ടൊക്കെ ഉണ്ടാവാതിരിക്കില്ല. എനിക്ക് തോന്നുന്നു ഞാൻ പേടിപ്പിച്ചു. അതാ ഞാൻ നിന്നോട് പറയാം, സോറി പറയുമ്പോ എല്ലാവരും സോറി പറയും പേടിപ്പിച്ചത്. പേടിയല്ല അവിടെ ഞാൻ ഉദ്ദേശിച്ചത്, അവിടെ ആ ഫീലിംഗ് ആണ്. ബട്ട് അയാളുടെ അന്ത്യം അല്ലെങ്കിൽ അയാൾക്ക് സംഭവിക്കുന്നതിന്റെ അന്ത്യം, എന്തുകൊണ്ടാണ് നിഖിൽ മഹേശ്വറിന് വരാൻ സാധിക്കാഞ്ഞത്? അദ്ദേഹം കൊല ചെയ്യപ്പെട്ടതാണ് അല്ലേ? അത് അറിയുന്ന ഒരാളാണ് മറ്റേയാള്, വെള്ളത്തിൽ മുങ്ങുന്നതാണ്. അയാളാണ് ശരിക്കും അവനെ വിരലൊക്കെ കട്ട് ചെയ്തതൊക്കെ. അതൊരു പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു ചേഞ്ചാണ്. അവിടെയാണ് അതിന്റെ ക്ലൈമാക്സ് വരുന്നത്. അത് കഥയ്ക്ക് ആവശ്യമായിരുന്നു, അതുകൊണ്ട് അത് എഴുതി അത് ഭംഗിയായിട്ട് അവർ ചെയ്യുകയും ചെയ്തു. ദേവദൂതൻ എന്ന് പറഞ്ഞ ഒരു ടൈറ്റിലിന് തന്നെ അനുയോജ്യമായിട്ടുള്ള കുറെ സീക്വൻസുകൾ ആ സിനിമയിൽ തന്നെ ഉണ്ട്. ഇതിപ്പോ ആ ഫാദർ ആണെങ്കിലും ഒരു ദൂത് പോലെ അത് പറഞ്ഞിട്ട് അദ്ദേഹം മരണപ്പെടുന്നു. ആൽബർട്ടോ ആണെങ്കിലും ഇത് പറയുന്നു, അദ്ദേഹം മരണമടയുന്നു. അപ്പോ ഇതൊക്കെ ആലോചിച്ച് തന്നെയാണോ ഏറ്റവും അവസാനം ഈ ഒരു ടൈറ്റിലേക്ക് വന്നത്? കഥ ആലോചിക്കുന്ന കഥ അങ്ങനെ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. എഴുതുമ്പോൾ സംഭവിക്കുന്നതാണ് ഈ സീക്വൻസും കാര്യങ്ങളൊക്കെ. അങ്ങനെ കൊണ്ടുപോയി അത് അവസാനിക്കും. കഥയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് നേരത്തെ എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. അത് ഈ വിശാൽ കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ആളുടെ, മോഹൻലാലിന്റെ ക്യാരക്ടറാണ് ഈ ദേവദൂതൻ. ദൂതനാണ് അയാൾ. ആ ദൂതനെ കൊണ്ട് പറയിക്കുകയാണ്. ആരോട് പറയിക്കുന്നു? ഇൻഡയറക്റ്റ് ആയിട്ട് പറയിക്കുന്നത് നിങ്ങളുടെ കാത്തിരിക്കുന്ന ആള് ഇനി വരില്ല, ഇന്നാണ് അത് സംഭവിച്ചത്. അത് പറയാൻ വേണ്ടി ആൾക്ക് പ്രേരണ കൊടുക്കുന്നതും പറയുന്നതും ഈ ഇൻവിസിബിൾ ആയിട്ടുള്ള നിഖിൽ മഹേശ്വർ. അതിന് അദ്ദേഹം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആ ശക്തി ഉപയോഗിക്കുന്നത് കുറെ എലമെന്റ്സ് ഉണ്ട്. സാവകാശം അദ്ദേഹത്തിന് വിശാൽ കൃഷ്ണമൂർത്തിക്ക് മനസ്സിലാകുന്നു, എന്നോട് ആരോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്, ഇതൊക്കെ എനിക്ക് എൻ്റെ പിന്നാലെയുള്ള ആരുടെയോ സഞ്ചാരമുണ്ടല്ലോ, അത് ഞാൻ കണ്ടുപിടിക്കുന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. സഞ്ചാരമാണ് ആളെ പുറകെ. അതൊക്കെ അതിനുള്ളിലൊക്കെ ഒരു മാറി നോക്കുന്ന ഒരു ഭയം ഉണ്ടാകും. പക്ഷെ ആ ഭയത്തിനെ കുറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവരുടെ പ്രണയത്തെ കൂടുതലും, എനിക്കും പേടിപ്പിക്കുന്ന ഇഷ്ടമല്ല. അത് കിട്ടണം. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് സക്സസ്. അത് കിട്ടിയതുകൊണ്ടാണ് നമുക്ക് ഇനിയും ഈ ഒരു എക്സൈറ്റ്മെന്റ് വന്നേക്കുന്നത്. ഇതൊരു ലവ് സ്റ്റോറി, പ്രണയ കഥയാണ്. അതായത് ഇങ്ങനെ ആരും പ്രണയിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വിശാൽ കൃഷ്ണമൂർത്തി അവരോട് പറയുന്നത്, നിങ്ങൾ എത്ര ഭംഗിയായിട്ടാണ്. അത് വിശാൽ കൃഷ്ണമൂർത്തിയുടെ അത്ഭുതമാണ്, അതിശയം. മാത്രമല്ല സ്നേഹിക്കപ്പെടേണ്ട, ആദരിക്കപ്പെടേണ്ട എന്തോ ഒന്നും നിങ്ങളുണ്ട്, എനിക്കറിയാം. അപ്പോൾ ആസ്വദിക്കുന്നത് എന്താണ്? എത്ര ഭംഗിയായി ഒരാൾ സ്നേഹിക്കുന്നത്,
അങ്ങനെ ഒരു ആളോടും ഒരു കാമുകിയോടും വേറൊരാൾ പറഞ്ഞിട്ടുണ്ടാവില്ല. അതും മറ്റൊരാളുടെ പ്രണയം കണ്ടിട്ട്. അത് എത്ര ഭംഗിയാണ് നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നത് എന്നുള്ള സംഭാഷണം വന്നത് അതിന്റെ ഏറ്റവും ആപ്റ്റായ സ്ഥലത്താണ്. അപ്പൊ ഞാൻ എഴുതിയ ഏറ്റവും ശക്തമായ ഒരു പ്രണയകഥയാണ് എനിക്ക് എഴുതാൻ സാധിച്ചത്. അപ്പൊ എൻ്റെ ഉള്ളിലുണ്ടാവുമല്ലോ അതേപോലത്തെ ഒരു ശക്തമായ പ്രണയം ഉണ്ടാവും. അത് എല്ലാവരിലും ഉണ്ട്. എല്ലാ പ്രണയത്തിനും ഒരു മാസ്മരികതയുണ്ട്. പ്രണയം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്നേഹമാണ്. അതുകൊണ്ടാണ് അതിൽ എത്ര ഭംഗിയാണ് നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നത് എന്നാണ് വിശാൽ കൃഷ്ണമൂർത്തി പറയുന്നത്. എത്ര ഭംഗിയാണ് നിങ്ങൾ ഒരാളെ പ്രണയിക്കുന്നത് എന്നല്ല. പ്രണയം വേറെ, സ്നേഹം വേറെ. അതിന്റെ ഡെഫിനേഷനൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പം എന്തുകൊണ്ട് വിശാൽ കൃഷ്ണമൂർത്തി ചോദിക്കുന്നില്ല എത്ര ഭംഗിയാണ് നിങ്ങൾ ഒരാളെ പ്രണയിക്കുന്നത്? അപ്പോൾ പ്രണയം ചുരുങ്ങിപ്പോകും, പ്രണയം താഴേക്ക് പോകും. സ്നേഹത്തിനാണ് എപ്പോഴും മുൻതൂക്കം. അത് എത്ര ഭംഗിയാണ് നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നത്. അപ്പോഴാണ് അവൾ അതിൻ്റെ മറുപടി പറയുന്നത്. എന്തുകൊണ്ട് ഇവിടെ അത് ഞാൻ ഇല്ലാന്ന് വിചാരിക്കുന്ന അപ്പം വിശാൽ കൃഷ്ണമൂർത്തി എനിക്കുള്ള വിശ്വാസം ഞങ്ങൾ ഇല്ലാതാണെന്നാണ് അവൾ പറയുന്നത്. അപ്പോൾ അത് മൊത്തം സ്നേഹം. സ്നേഹിക്കാൻ നല്ല സുഖം. എനിക്ക് തോന്നുന്നു ഈ ഒരു ഡയലോഗ് സംഭവിക്കുന്നത് അലീന അങ്ങോട്ട് ചോദിക്കും എന്നോട് ദേഷ്യം ഉണ്ടോന്ന്. കാരണം അതിന് തലേ ദിവസം കണ്ടുപിടിക്കുകയാണ്. അത് അതിനു മുമ്പായിട്ടാണ് എനിക്ക് തോന്നുന്നു. എനിക്ക് ഇപ്പോഴത് ഞാൻ റീകളക്ട് ചെയ്യണം. ഈ നിഖിൽ മഹേശ്വരന്റെ റൈറ്റിംഗ് കണ്ടുപിടിക്കുന്നത്. അപ്പോഴാണ് അവള് ചോദിക്കുന്നത് എന്നോട് ദേഷ്യമുണ്ടോ ചോദിക്കാൻ കാരണം നേരത്തെ ഒരു തല്ലുകൂടിയിട്ടുണ്ടാവും. അപ്പോഴാണ് അയാള് സംസാരം എന്ന് ദേഷ്യമല്ല ഉണ്ടായിരുന്നു. അയാൾ സത്യം പറയുന്നത് ഉണ്ടായിരുന്നു. ഇപ്പോഴതില്ല. കാരണം ബഹുമാനിക്കപ്പെടേണ്ട എന്തോന്ന് നിങ്ങളിലുണ്ട്. അപ്പോൾ ചോദിക്കുന്നത് എന്താണ്? എത്ര ഭംഗിയാണ് നിങ്ങളാണ് സ്നേഹിക്കുന്നത്. അങ്ങനെയാണ് ആ സന്തോഷം. അതൊക്കെ വരുന്നതാണ്, എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്, അല്ലാണ്ട് ആ സമയത്ത് അത് എഴുതുന്നതല്ല. അപ്പം അതങ്ങ് സംഭവിക്കുന്നു, അത്രേ ഉള്ളൂ. സാർ ഇപ്പൊ ഇവിടുന്ന് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ആ ഒരു സീൻ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ആ ഒരു സീൻ കണ്ട ആ ഒരു പ്രതീകം വന്നിട്ടുണ്ട്. നിന്റെ ഉള്ളിൽ നല്ലൊരു സംവിധായിക ഉണ്ടാവും, നല്ലൊരു എഴുത്തുകാരി ഉണ്ടാവും. അതുകൊണ്ടാണ് സാധിക്കുന്നത്. എളുപ്പമല്ല. ഇതൊക്കെ മനസ്സിലാക്കി അതേപോലെ കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അതൊരു ക്രിയേറ്ററൊക്കെ സാധിക്കുള്ളൂ. അപ്പൊ നിന്റെ ഉള്ളിലൊരു നല്ലൊരു റിസപ്റ്റീവ് ഒരാളുണ്ട്. സോ ഡെവലപ്പ് പോലെ ഒരാളുടെ വായത്ത് കേൾക്കാൻ സാധിച്ചില്ലേ? താങ്ക് യു. എനിക്ക് നിന്നെ പോലെയുള്ള ഒരാളോട് പറയാൻ സാധിച്ചതിന് 2 താങ്ക് യു. സന്തോഷം. ഞാൻ തമാശ പറയുന്നല്ല, കാര്യം പറയാണ്. നിനക്ക് നീ എൻ്റെ ഒരു മകളോ എനിക്ക് എത്ര പ്രായമായി? 23. അതെ, നീ എൻ്റെ ഒരു ചെറിയ ഇളയ മകളാണ്. ഏറ്റവും താഴെ ഉള്ളൊരു മകളായിട്ട് വേണം ഞാൻ കാണുന്നത്. അപ്പൊ എനിക്ക് നിന്നോട് പറയാൻ സാധിക്കുന്ന വലിയൊരു സംഗതിയല്ലേ. എത്ര ഭംഗിയായാണ് ഒരു മകളാകുന്നത് എന്ന് എനിക്ക് നിന്നോട് ചോദിച്ചൂടെ? അപ്പൊ അത് നല്ലതാണ്. നിന്നോട് പറയുന്ന എനിക്കും സന്തോഷമുണ്ട്. നിന്റെ ഉള്ളിൽ ഒരു സറ്റീവ് പവർ ഉണ്ട്. ഡു ഇറ്റ്, ഡെവലപ്പ്. ഓക്കെ, സിനിമയിലേക്ക് നമുക്ക് വരുമ്പോ ഉണ്ടല്ലോ, സിനിമയുടെ കോസ്റ്റ്യൂം ഇപ്പോഴും അത്യാവശ്യം നല്ല ട്രെൻഡിങ്ങിലേക്കാണ്. പാട്ടിനെ പോലെ തന്നെ ഇപ്പോഴും അത് 2000 കാലഘട്ടത്തിൽ ആ ഒരു സമയത്ത് എഴുതി വെച്ച ആ ഒരു സിനിമയിലുള്ള കോസ്റ്റ്യൂമാണ് ഇതെന്ന് ഈ ഒരു കാലത്തില് നമുക്ക് കാണുമ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. ഞാനത് എഴുതി വെച്ചിട്ടൊന്നുമില്ല. അതിന്റെ കോസ്റ്റ്യൂം ഒന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല. കോസ്റ്റ്യൂം ഒന്നും വേണമെങ്കിൽ റെഫർ ചെയ്ത് കൊടുക്കാം. പക്ഷെ അതല്ലാതെ തന്നെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് സിബി ആയിട്ടൊക്കെ. അത് സിബിയുടെ ഒരു അതിനെ വലുതാക്കുന്നൊക്കെ സംവിധായകനാണ്. നമുക്കറിയാം, അദ്ദേഹത്തിന് വായിക്കുമ്പോൾ കിട്ടും. അത് ഞാൻ എന്ത് മനസ്സിൽ കാണുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് കിട്ടണം. കിട്ടുന്നില്ലെങ്കിൽ അദ്ദേഹം സംവിധായകനല്ല. അദ്ദേഹം ഒരു സംവിധായകൻ ഒരിക്കലും കോൺട്രാക്ടറോ ഒരു എക്സിക്യൂട്ടറോ അല്ല. സംവിധാനം എന്ന് പറയുന്നത് എളുപ്പമുള്ള പ്രക്രിയയല്ല. സിനിമ സംവിധാനം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ള ഒരു ജോലി, ഒരു ക്രിയേഷനാണ്. അതൊരു കോൺട്രാക്ടർ ബിൽഡിംഗ് കിട്ടുന്ന പോലെയല്ല. എന്താ പറയുക, വേറെ വാക്കിൽ ഐ കാണ്ട് എക്സ്പ്ലെയിൻ ദാറ്റ്. ഫിലിം മേക്കിംഗ് വേറെ, ഫിലിം ക്രിയേഷൻ വേറെ. അദ്ദേഹത്തിന് കിട്ടും അത്. അപ്പോഴാണ് അദ്ദേഹം ഒരു നല്ല സംവിധായകനാണ്. ഞാനത്
തിരക്കഥയിലുണ്ട് അദ്ദേഹത്തിന്റെ കോസ്റ്റ്യൂമും അദ്ദേഹം, പക്ഷെ അത് ഇന്നതാണെന്നൊന്നും നമ്മൾ എവിടെയാണോ ഒരു ഓബ്ജക്റ്റ് വെക്കുന്നത് ആ ഒബ്ജക്റ്റ് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ചിന്തിക്കാൻ വളരെ എളുപ്പമാണ്. കഥയുടെ പശ്ചാത്തലം സാർ ഇത് എഴുതുന്ന സമയത്ത് മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നോ, ഇങ്ങനത്തെ ഒരു കോസ്റ്റ്യൂം ആയിരിക്കണം അലീന, അല്ലെങ്കിൽ മഹേശ്വർ ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു ഡ്രസ്സിങ് ആയിരിക്കണം എന്നൊക്കെ ഇത് എഴുതുന്ന സമയത്ത് മൈൻഡിലുണ്ട്? എന്റെ ഉള്ളിലുണ്ട്, പക്ഷെ അത് ഞാൻ ഒരിക്കലും എനിക്ക് പറയേണ്ട ആവശ്യമില്ല. അത് തിരക്കഥയിലുണ്ട്. ഇത്ര ഇങ്ങനത്തെ ഒരു കുർത്ത വേണം, ഇങ്ങനത്തെ ഒരു പൈജാമ വേണമെന്നൊന്നും ഞാൻ എഴുതേണ്ട ആവശ്യമില്ല. അത് പിന്നെ വന്നോളൂ. പിന്നെ വളരെ വ്യത്യസ്തമായ എന്തെങ്കിലും വേഷവിധാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇതൊക്കെ അല്ലാതെ നമ്മൾ സംസാരിക്കും. പിന്നെ അത് ഫോം ചെയ്ത് വരുമ്പോൾ എനിക്ക് എൻ്റെ വിഷ്വലിനും മനസ്സിൽ കാണുന്നതെന്നും മാറിയിട്ടാണ് കാണുന്നതെങ്കിൽ എനിക്കത് സംവിധായകനോട് പറയാം. അപ്പോഴത് പറയില്ല, സാമ്പാറല്ല ഇവിടെ വേണ്ടത്, ഇവിടെ വേണ്ട അവിയലാണെന്നൊക്കെ പറയുന്ന ഒരു മൂഡിലേക്ക് നമ്മൾ പറഞ്ഞു. അത് വേറെ വാക്കില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ മനസ്സിലായത്. 4K വരുമ്പോഴേ ഇത് കണ്ട ആൾക്കാരുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ടിവിയിൽ മാത്രം കണ്ടിട്ട് ഇനി എന്താ പറയാ തിയേറ്ററിൽ വന്ന് അതൊന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആൾക്കാരുണ്ട്. ആക്ച്വലി ഈ ഒരു സിനിമ എന്താണെന്ന് അറിയാതെ ഇതിന്റെ പാട്ടുകൾ ഇപ്പോഴും ഹിറ്റ് ആയതുകൊണ്ട് പാട്ടുകൾ മാത്രം കേട്ടിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരോട് സാറിന് എന്താണ് പറയാനുള്ളത്? ഒരു സിനിമ നമ്മൾ ടി വിയിൽ കാണുന്നതും മൊബൈലിൽ കാണുന്നതും തിയേറ്ററിൽ കാണുന്നതും വളരെ 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 വ്യത്യസ്തമാണ്. സിനിമ കാണുമ്പോൾ എപ്പോഴും ശബ്ദം വലിയൊരു അതിൻ്റെ ഒരു ഘടകമാണ്. നമുക്ക് അതിൽ മുഴുകിയിരിക്കണമെങ്കിൽ ശബ്ദം വേണം. നമ്മൾ ടി വിയിൽ കാണുന്നത് അതിൻ്റെ ഒരു വെയ്ഗ് ഫോമാണ്. ശബ്ദം വേറെ ലെവലൊക്കെ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആണെന്നൊക്കെയാണ്. ഇത് 4K റെസൊല്യൂഷനിൽ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ കാണുമ്പോൾ നമുക്കൊരിക്കലും വീട്ടിൽ നിന്ന് അത് കണ്ട് ആസ്വദിക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് ആസ്വദിക്കണം, ശരിക്കും രുചിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾ തിയേറ്ററിൽ തന്നെ പോകണം. അറ്റ്മോസ്ഫിയറിൻ്റെ തിയേറ്ററിൽ പോകണം, 4K റെസൊല്യൂഷൻ പ്രൊജക്ഷൻ കിട്ടുന്നിടത്ത് പോകണം. അപ്പം നമുക്കത് കാണാൻ പറ്റും ഭംഗിയായിട്ട്. അതിൻ്റെ ആസ്വാദനം വേറെ തന്നെയാണ്. ഉദാഹരണം പറഞ്ഞാൽ നീ ഇപ്പോൾ ഹെഡ്ഫോൺ ഇട്ടിട്ട് ഒരു പാട്ട് കേൾക്കുന്നതും ഹെഡ്ഫോൺ ഇല്ലാതെ മൊബൈലിൽ ഇത് കേൾക്കുന്നതും ഒരുപാട് വ്യത്യാസമില്ല. പലതും ചെതറിപ്പോകില്ലേ. മറ്റത് നമ്മളെ ചെവിയിൽ തന്നെ ഇങ്ങനെ വീഴ്ച നിൽക്കില്ല. കുറച്ചും കൂടെ നല്ലൊരു ഹെഡ്ഫോണൊക്കെയാണ്, സ്റ്റീരിയോ സെപ്പറേഷനൊക്കെ ഉള്ളൊരു ഫോണാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു വീട്ടിൻ്റെ അകത്ത് തന്നെ ഇരുന്നിട്ട് കണ്ണടച്ചിട്ട് ഒരു 5.1 ഇതിലൊക്കെ 7.1 നീ കേൾക്കുമ്പോൾ നല്ലൊരു അക്കോസ്റ്റിക് സിസ്റ്റം ഒക്കെ ഉണ്ട്. വീട്ടിൽ ശബ്ദം കൂട്ടുന്നതിന് വഴക്ക് പറയാത്ത ഒരു ആൾക്കാരുണ്ടെങ്കിൽ നീ കേൾക്കുന്നത് വേറെ ആംബിയൻസിലായിരിക്കും, വേറെ രീതിയിൽ. ആ വ്യത്യാസമുണ്ട്. അപ്പം തിയേറ്ററിൽ നിന്ന് കാണുന്നത് അതുകൊണ്ടാണ് അത് കാണാൻ കിട്ടുന്ന ചാൻസ് അല്ലേ. ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആഗ്രഹിക്കാത്ത ഒരാൾ എനിക്കിത് കാണാന്ന് പറയുന്നവരോട് പറഞ്ഞ കാര്യമില്ല. കാരണം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നീ ഇത് കണ്ടില്ല തിയേറ്ററിൽ, അറ്റ്മോസ്ഫിയർ പോയി കാണും, ഒരു തിയേറ്ററിൽ ഇരുന്ന് കാണും, കണ്ടിട്ട് എന്നോട് പറയും എങ്ങനെയുണ്ടെന്ന് പറയും. എന്തായാലും പറയണം. സിയാദിനോടും സിബിയോടൊക്കെ പറഞ്ഞതിന് മുമ്പായിട്ട് എന്നോട് പറയണം. ഞാൻ അവസാനമായിട്ടൊരു എന്ത് ചിരി അവളുടെ അല്ലേ. യക്ഷിപ്പല്ലുള്ളോണ്ട് അത് സാരല്ല, എല്ലാ യക്ഷികൾക്കും പല്ലുണ്ടാവും, എനിക്കും ഉണ്ട് പല്ല്, നീ ബേജാറാവും. ഇതാക്കിയതാണോ? എല്ലാ യക്ഷികൾക്കും എല്ലാ യക്ഷന്മാർക്കും പല്ലുകളുണ്ടാവും. സാരല്ല, ഈ 2 പല്ല് എല്ലാവർക്കും ഉണ്ടടി. സോറി, എല്ലാവർക്കും ഉണ്ട് മോളെ. പറയണ്ട. അവസാനായിട്ട് വരണം. അതായത് ഈ ഒരു ഹൊററിനെയും അല്ലെങ്കിൽ റൊമാൻസിനെയും ആ ഒരു ത്രില്ലിനെയും എങ്ങനെയായിരുന്നു സാറ് ഒറ്റ കുടക്കീഴിലാക്കിയത്? അതൊരു റയർ കോമ്പിനേഷൻ ആണ് ഇങ്ങനെ വരുന്നത്. ഒന്നുകൂടെ ചോദിക്കുന്നത്, ഹൊററും റൊമാൻസും ത്രില്ലും എല്ലാം കൂടി ഒരു ഒറ്റ കുടക്കീഴിലാക്കുന്നത്. തമാശയായിട്ട് പറയട്ടെ, എനിക്ക് ഒറ്റ കുട ഉണ്ടായിട്ടില്ല ആ സമയത്ത്. അതുകൊണ്ടാണ് ഒറ്റ കുടയുടെ മോളെ. അങ്ങനെയാണ് മോളെ. ഒരു തിരക്കഥ എഴുതുമ്പോൾ, ഒരു കഥ ആലോചിക്കുമ്പോൾ ഇതെല്ലാം ഉണ്ടാവണം അതിനകത്ത്. എന്തൊക്കെ ഭാവങ്ങൾ ആ കഥയുടെ ആംബിയൻസിൽ, അറ്റ്മോസ്ഫിയറിൽ, അല്ലെങ്കിൽ കഥയ്ക്ക് ചുറ്റും നടക്കുന്നത് അതൊക്കെ വരും. അതിനല്ലേ ഞാൻ എന്നെ ഒരു എഴുത്തുകാരൻ എല്ലാവരും പറയുന്നത്. എഴുതാൻ സാധിക്കുന്നത് കൊണ്ടല്ലേ. അതിൽ ഏതെങ്കിലും സാധനം കുടയിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഭയങ്കര വിഷമാണ്. പക്ഷേ അത് നമ്മൾ ആസ്വദിക്കണം. ആസ്വദിച്ച് അതിലേക്ക് അങ്ങനെ പോയി. അത് എങ്ങനെയാണ് വിദ്യാസാഗർ ഇതിന്റെ മ്യൂസിക് കമ്പോസ് ചെയ്തത് എനിക്കൊരു പിടിയില്ല.
ഞാനൊരിക്കലും അദ്ദേഹം ചോദിക്കുന്നത് എങ്ങനെ നിങ്ങൾ ഇത്രയും ഭംഗിയായിട്ട് കമ്പോസ് ചെയ്ത് ചോദിക്കില്ല. കാരണം അദ്ദേഹം സംഗീതജ്ഞനാണ്. ഒരു സംഗീതജ്ഞന് അത് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഗംഭീരമായ സാധനങ്ങൾ ഉണ്ടായി വരുമ്പോഴാണ് അദ്ദേഹം പിന്നെയും 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 കൊടുക്കുക. അത് ഉണ്ടാവണമെങ്കിൽ അദ്ദേഹത്തിന് നിരന്തരമായിട്ടുള്ള വർക്ക് ഇത് കിട്ടിക്കൊണ്ടേയിരിക്കും. ഞാനും ഇത് ഒരു പക്ഷേ എൻ്റെ ആ ഒരു ഇതിൽ അങ്ങനെ എഴുതി വന്നതായിരിക്കും. അതെങ്ങനെ വന്നു എന്ന് എന്നോട് ചോദിക്കില്ല, അദ്ദേഹം ചോദിക്കില്ല, അദ്ദേഹം അത് ആസ്വദിക്കും. ഇതൊരു വലിയ അത്ഭുതമായിട്ട് കാരണം എനിക്കത് സംഭവിക്കുന്നു, ഞാനത് എഴുതുന്നു, എനിക്കത് സാധിക്കുന്നു, ഞാനത് എഴുതുന്നു. അത് എനിക്ക് ഉള്ളിൽ കിട്ടുന്ന ഒരു പ്രകാശം, ഒരു വെളിച്ചമായിരിക്കും. സാറിന്റെ ഒരു പ്രകാശം സാറിന് ഉള്ളിൽ കിട്ടി, സാർ എഴുതി, ഇനി ഞങ്ങളത് ആസ്വദിക്കാൻ പോവുകയാണ്. ആസ്വദിക്കാൻ കഴിയുന്നതും വലിയൊരു പ്രകാശമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കഥ ഞാൻ എഴുതുകയും ആ കഥ വായിക്കുമ്പം അല്ലെങ്കിൽ കാണുമ്പോൾ അത് ഉൾക്കൊള്ളുന്ന ഒരാൾ ഗംഭീരമായിട്ട് ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ ആ ആസ്വാദകനാണ് എന്നേക്കാൾ മുകളിൽ നിൽക്കുന്നത്. എൻ്റെ കൺസെപ്റ്റ് അങ്ങനെയാണ്. ആരെങ്കിലും നാടകമൊക്കെ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഓപ്പോസിറ്റ് ഇത് കാണുന്ന ആൾക്കാര് ഇത് കരയുവാണെങ്കിൽ അവിടുന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കരയുന്ന ആക്ഷനൊക്കെ കാണും. സാർ അതാണ് ഉദ്ദേശിച്ചത്? ഇത് നിനക്ക് ഞാൻ പറയുന്ന ഒരു കഥ നിനക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്നിൽ നിന്നും നിന്നിലേക്ക് പകരുകയാണ് ചെയ്യുന്നത്. അപ്പം അത് താങ്ങാനുള്ള അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളാനുള്ള ഒരു വ്യാപ്തി നിനക്കുണ്ടാവണം. അപ്പം എന്നേക്കാൾ മുകളിലാണ് അവൻ. നല്ലൊരു ആസ്വാദകനാവുക എന്നുള്ളത്, നല്ലൊരു ആസ്വാദനം കിട്ടുക എന്നുള്ളത് ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചോളം വലിയൊരു ഭാഗ്യം. അപ്പൊ എൻ്റെ കൺസെപ്റ്റിൽ എന്നേക്കാൾ മുകളിൽ നിൽക്കുന്നത് എൻ്റെ സിനിമ ആസ്വദിക്കുന്ന ആളാണ്, എൻ്റെ കഥ ആസ്വദിക്കുന്ന ആളാണ്. കാരണം അയാൾ ആസ്വദിക്കുന്നു, അയാൾക്ക് സാധിക്കുന്നു. ഒരു പക്ഷേ ഞാൻ കൊടുത്തതിന് അപ്പുറം അധികം അദ്ദേഹം ആസ്വദിക്കും. അതിൽ ഇന്നതൊക്കെ ഉണ്ടെന്ന് പിന്നീട് എന്നോട് പറയും. മനസ്സിലായില്ലേ? ഞാനൊരു തിരക്കഥ എഴുതി, അതിനെ വളരെ വളരെ ഭംഗിയായിട്ട് ഒരു സിനിമയായി മാറുകയും അതിനെ ആസ്വദിക്കുന്ന ഒരാളെ കാണുമ്പോൾ ആ തിരക്കഥയ്ക്ക് മുകളിലാണ് അയാളുടെ ഉള്ളിലുണ്ട് പിന്നീട് അയാൾക്ക് കിട്ടുന്ന തിരക്കഥ. സോ ഹു ഈസ് ഗ്രേറ്റ്? ഇത് പക്ഷേ സാറിന്റെ സിംപ്ലിസിറ്റി കാരണം പറയുന്നത്. എന്റെ സിംപ്ലിസിറ്റി ആണ് ആയിട്ട് നിനക്ക് വേണം കാണാം, പക്ഷെ സത്യമല്ലേ അത്? അല്ലേ? നീ നിന്റെ അമ്മയെ അമ്മ എന്ന് വിളിക്കുന്നു, അമ്മ അത് വളരെ വാത്സല്യത്തോടെ ഉൾക്കൊള്ളും. അപ്പൊ ആരാ ഗ്രേറ്റ്? അത് എടുക്കുന്ന ആള് അല്ലെ? അതായത് നമുക്ക് വേണ്ടി ഒരാള് ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും താങ്ക്ഫുൾ ആയിട്ട് നിൽക്കുമ്പോ അല്ലേ നിന്റെ അപ്പൊ അമ്മയല്ലേ ഗ്രേറ്റ് ആണ്? അതെ അതെ. സാർ ഇനി സിനിമയുടെ ഒരു കാര്യം ചോദിക്കുമ്പോ, സാറ് ഇത് റൈറ്റ് ചെയ്യുന്ന സമയത്ത് 3 ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അലീന, വിശാൽ കൃഷ്ണമൂർത്തി, മഹേശ്വർ. ഇതിൽ ഏത് ക്യാരക്ടർ ആയിരുന്നു സാറിന് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ഫേവറേറ്റ് ആയിട്ട് തോന്നിയത്? മോളെ ഈ ക്യാരക്ടർ കൂടുതൽ ഇഷ്ടം എന്ന സംഗതി ഇല്ല. 3 പേര്. അലീന ഇല്ലെങ്കിൽ വിശാൽ മഹേശ്വർ ഇല്ല, വിശാൽ മഹേശ്വർ ഇല്ലെങ്കിൽ നിഖിൽ വിശാൽ മഹേശ്വരനാണോ? വിശാൽ കൃഷ്ണമൂർത്തി ഇല്ല, നിഖിൽ മഹേശ്വർ ഇല്ല. 3 ചേരുമ്പോഴേ ഉള്ളൂ അല്ലേ? അപ്പൊ 3 വളരെ വളരെ 3 ചേർന്ന ഒന്നിനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അല്ലേ? ഇഷ്ടപ്പെടുന്ന ഏറ്റവും ഇഷ്ടമുള്ള കഥാപാത്രം എന്നത് ഒരു എഴുത്തുകാരോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ഒരു കാര്യം നിനക്കാണ് ഇഷ്ടപ്പെടേണ്ടത്, കേൾക്കുന്നവനാണ് ഇഷ്ടപ്പെടുന്നത്. ഇപ്പൊ എന്നെ പോലുള്ള ഒരു വ്യക്തിയോടൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ സാർ എനിക്കിപ്പോ പറയാൻ പാടുന്നു അറിയില്ല, എന്നോടൊക്കെയാണ് ചോദിക്കുന്നത്, ഞാൻ വേണമെങ്കിൽ അലീന എന്ന് പറയുമായിരിക്കും. ബിക്കോസ് അത്രയും ആ ഒരു ഡെപ്തില് ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പൊ അതിനർത്ഥം എന്താന്ന് വെച്ചാൽ അലീനയിലേക്കാണ് ഈ 3 പേരും 2 പേരും ഫോക്കസ് ചെയ്ത് അലീനയിലേക്കാണ്. സോ യു ഗോട്ട് ഇറ്റ്. അതാണ് അർത്ഥം. അപ്പൊ ആരാ വിജയിക്കുന്നത്? അത് എഴുതിയാണ് വിജയിക്കും. അയാൾ അവിടെ പോയിന്റിലെത്തി അല്ലേ? ഞാൻ തമാശയായിട്ട് പറഞ്ഞത് 3 അല്ല ഇരുന്ന് പറഞ്ഞത് എന്റെ തമാശയായിട്ടൊന്നും എടുത്താൽ മതി. ഇത് മനസ്സിലായെന്ന് വിചാരിക്കും. നിനക്ക് അലീനെ ഇഷ്ടപ്പെട്ടു, അതിനർത്ഥം ഞാൻ സക്സസ് ആയി എന്നർത്ഥം. ശരിക്കും അപ്പോ ആ ഒരു സക്സസ് ജേർണി ഈ ഒരു 24 വർഷത്തിന് ശേഷം നമ്മളുടെ തിയേറ്ററിലേക്ക് എത്തുവാണ്. അപ്പൊ നീ ആദ്യം പോയി ചെയ്യണം, നീ തിയേറ്ററിൽ പടം കണ്ടിട്ട് നീ എന്നെ അറിയിക്കണം. ഓക്കെ? ഈ സിബിനെ അറിയിക്കണം, സിയാദിനെ അറിയിക്കണം, പക്ഷെ ആദ്യം എന്നെ അറിയിക്കണം. ഓക്കെ? ഒരുപാട് സന്തോഷം. 24 വർഷം നമുക്ക് പിന്നെയും കാണാം.
ഓക്കെ, വീണ്ടും റീ റിലീസ് ചെയ്യുമ്പോൾ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു.